ഗൈസ് നമ്മൾ നിന്നിട്ടുള്ളത് അയൺ ഫാം. ഓക്കെ, ഫൈനലി അയൺ ഫാം സെറ്റായിട്ടുണ്ട്. പിന്നെ വീഡിയോ എന്താ കുറേ നേരം വൈകിണ്ടാവും, ഇടാനല്ല, വീഡിയോ വരാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടാവും, കാരണം പനിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയൺ ഫാമാണ്. ഓക്കെ, നേരെ ഇരട്ടി സാരല്ല. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്നുകൊണ്ട് കുഴിച്ച് സെറ്റാക്കിയതിന് ശേഷം അത്രയാണ് വരിക നമ്മുടെ താഴത്തേക്കുള്ള കുഴി. താഴത്തേക്ക് 6 ബ്ലോക്ക് താഴത്തേക്ക് പോകണം. ഓക്കെ, ഇതൊക്കെ കുഴിച്ച് കുറച്ച് ബെഡ് കളക്ട് ചെയ്യാനുണ്ട്. ആകെ എത്ര സാധനങ്ങളെ ആയിട്ടുള്ളൂ, ഇനി കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിട്ട് വരുന്നുണ്ട്. പിന്നെ ബെഡ് വന്നിട്ട് എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വില്ലേജിൽ നിൽക്കാനാണ്. വില്ലേജിൽ പിന്നെ അത് മാത്രമല്ലാണ്ട് അവിടെ സാധനം ഉണ്ടാവുമല്ലോ, ഒരു തരം എല്ലാവരും കൂടി സംസാരിക്കാൻ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് നിന്നൊക്കെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാന്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ടൈം ലാപ്സ് ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമായിട്ട്. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളെല്ലതും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ മറ്റേ കുഴി വെട്ടിയിട്ടിട്ടുണ്ട്. താഴത്തേക്ക് 6 ബ്ലോക്ക് ആട്ടത്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്ത സാധനം തന്നെ ഇതൊക്കെ. ഓക്കെ, എൻ്റെ കൂടെ പറ്റുന്നിടത്തോളം കളക്ട് ചെയ്ത് ഞാൻ വില്ലേജിൽ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. പ്ലെയിൻസ് ബൈത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്. ഡിസപ്പോയിൻമെൻ്റ് ആയി. എന്നിട്ട് ഞാൻ മാനുവലായിട്ട് എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഷെയർ ചെയ്തെടുത്ത്. ഓക്കെ, എന്നല്ലോട്ടെ, നമുക്ക് എന്നിട്ട് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബെഡ് വേണം. മൊത്തം കയ്യിൽ തേകണാവോ, എന്നല്ലോട്ടെ, മൊത്തം എടുത്തേക്കാം. കയ്യിൽ തേകണത്തോളം കൊണ്ട് എടുത്തേക്കാം. ഓക്കെ, തകയും തോന്നുന്നില്ല, ഒരട്ടം കൂടി വേണ്ടി വരും. പിന്നെ 8 ബ്ലോക്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇനി രാത്രി ആടിയേക്കാം. ഓക്കെ, ഒരു MLG യാ കിട്ടി. ഇനി ഒന്നശം പ്ലേസ് ചെയ്യുക. ഇതാണ് ഇത്തിരി പാർട്ട്. ഒരു കാര്യം ചെയ്യുക, ഇത് മൊത്തം ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ മൊത്തം വെച്ചിട്ട് വർക്കിംഗ് ബെഞ്ച് വെക്കുമല്ലോ, അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട്. കാരണം ഇത് വെക്കൽ ഇത്തിരി പണിയുള്ള കാര്യമാണ്. ഓക്കെ, ഇതാ വരുന്നിട്ടാ, ഇതായിരുന്നു.
ഗൈസ് നമ്മളെല്ലാ ബെഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഞാൻ എങ്ങനെ വെക്കേണ്ടത് കാണിച്ചാൽ ഇതെല്ലാവർക്കും അറിയാം, അല്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണത് കാണിച്ചു തരുന്നത്. അങ്ങനെ വെക്കുക, പിന്നെ ഇങ്ങനെ വെക്കുക, ബ്ലോക്കൊക്കെ വെച്ചതിന് ശേഷം വർക്കിംഗ് സ്റ്റേഷനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ചാൽ മതി. സിമ്പിൾ സംഭവം. ഇതേ ഒരു പാറ്റേൺ വെച്ചാൽ മതി. അയ്യോ ഇങ്ങനെയല്ല, ആൾ മാറിപ്പോയി. അല്ല എടുത്ത് ഞാൻ റെഡി ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് വെക്കണം കേട്ടോ നമുക്ക്. ഓക്കെ, ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. 2 ബാക്കി വരും. അതിൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എമറാൾഡും കളക്ട് ചെയ്യണം, അത് മാത്രമല്ല ഇവിടെ തന്നെ ട്രേഡ് ചെയ്യും വേണം. ആണ് എൻ്റെ പ്ലാൻ. കണ്ട ഇവന്മാർ രണ്ടാൾക്ക് നമുക്ക് ആർമർ സെറ്റാക്കാം. സെറ്റ് ഇവന്മാരുടെ അടുത്ത് നമുക്ക് മറ്റേതും കൊടുക്കുക, സ്റ്റിക്ക് കളക്ട് ചെയ്തിട്ട് അതും കൊടുക്കുക, അയൺ കളക്ട് ചെയ്തിട്ട് ഈ പൊട്ടന്മാരെ കയ്യിലും കൊടുക്കുക. ഞാൻ ഒരു സംഭവം തന്നെ അല്ലേ. ഓക്കെ, എന്നാൽ അടുത്തത് ഇവിടെ വില്ലേജറിനൊക്കെ പിടിച്ചുകൊണ്ട് ഇടണം. അതിന് മുന്നത്തെ കുറച്ച് വൃത്തികളായിട്ടുണ്ടല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വരാട്ടാ. ഇതൊക്കെ മാറ്റിയിട്ട് ഇത് എന്താണ് ഇതിൻ്റെ പേര്, കോപ്പിൾ സ്റ്റോൺ വെക്കുക, ഇതിലാവട്ടെ സ്റ്റോൺ വെക്കുക, ഇതിലൊക്കെ ആവട്ടെ, ഇതൊക്കെ കൊണ്ട് വയ്ക്കുക. എന്നിട്ടിതാ നമ്മുടെ വീട് എവിടെ വരുന്നേ, ഇത് ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും തോന്നുന്നു. അപ്പം ഇവിടെ നിന്ന് കുഴിച്ചിട്ട് ഇതിനുള്ളിൽ കൂടെ ഒരു പാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണം, വെച്ചാൽ നമുക്ക് മാത്രം വരാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതപ്പം വരുന്നിട്ടാ വീണ്ടും ചെറുതായിട്ടൊരു പോക്ക് പോയിട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. ഇത് ഇനി റീപ്ലേ ഒന്നും ഇട്ടില്ല, ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തെന്നുള്ളത്. ഓക്കെ, നമ്മൾ വന്നിട്ട് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ മൈൻ ഫാമിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞു. പക്ഷെ സങ്കടമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡൊക്കെ ആകെ ഇല്ലാണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡൊക്കെ ചെയ്ത് പക്ഷെ സൗണ്ടില്ല, പിന്നെ കുറേ ക്ലിപ്പ് കട്ടായി. ഈ അയൺ ഫാമിൽ എനിക്കും സെറ്റാവും തോന്നുന്നില്ല. എപ്പോഴും അയൺ ഫാം ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പിന്നെ അതൊന്നും കുഴപ്പമില്ല, രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കാളെ. ഞാനൊരു 1.5 മണിക്കൂറോളം ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. അത് കാരണം അതൊന്ന് കേൾക്കണ്ടെന്നുള്ള കാരണത്തോണ്ട് രക്ഷപ്പെട്ട്. ഓക്കെ, പിന്നെ ഇതാ ഞാൻ കാണിച്ചുതരാം. ഈ ലാവ വന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കേവിൻ്റെ അടിയിലൊരു ലാവ ലേക്ക് ഉണ്ടല്ലോ, അവിടെ നിന്നാണ്. പിന്നെ വന്നിട്ട് ഇതാണ് ഇപ്പോൾ ലാസ്റ്റുള്ള ഇത് അയൺ ബോളം. ഇവിടെ ഈ ഒരു കറുപ്പ് ബ്ലോക്കിൽ സ്പോണാവും. ഒഴുകി വന്നിട്ട് അവിടെ വന്നിട്ട് ഇതാവും. ആയിട്ട് എതിർ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് വർക്കാവണമെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ ഒന്ന് വലുതാവണം. അതെപ്പോൾ ആവും നമുക്കറിയില്ല. കുറേ നേരം ഇവിടെ ഞാൻ AFK നിൽക്കുകയായിരുന്നു. വെച്ചാൽ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ്, എന്നിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണിത് കണ്ടത്. പിന്നെ വീണ്ടും വന്ന് കയറി ഇപ്പോൾ വെള്ളി കയറിയിട്ടുണ്ട്. അതുവരെ ആളാ നിർത്തുന്ന തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഒന്നും വർക്കാവില്ല എന്നൊക്കറിയാം. എന്നാലും അടുത്ത നിൽക്കുന്നത് ഇപ്പോൾ ഇരട്ടായി. എന്നാൽ ശരി, എന്നാൽ അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ എൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അൺഫാം വർക്കായിട്ടുണ്ടെങ്കിൽ മറ്റേത് എന്താ പറയുക, ഒരു ബ്രീഡർ കെട്ടാന്നുള്ളതാണ്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ബ്രീഡർ കെട്ടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിൽക്കണോ എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ശരി എന്നാൽ.